ഇന്ന് വളരെ വ്യത്യസ്തമായ വായിച്ച ഒരു സംഭവമാണ് ഞാൻ പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചൊരു കാര്യം. അപ്പോൾ എന്തിനാണ് ഇപ്പോഴിത് പറയുന്നത് ചോദിച്ചാൽ, ഞാൻ ചാനൽ ഇപ്പോഴാണ് തുടങ്ങിയത്. വളരെ അടുത്ത കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ ചാനൽ തുടങ്ങിയത്. അപ്പോൾ തുടങ്ങുമ്പോഴേ എനിക്ക് കഥകളെല്ലാം പറയാൻ കഴിയുള്ളൂ. ഞാൻ പഠിച്ചതും ആ, എൻ്റെ അനുഭവങ്ങളും പഠനവും നിരീക്ഷണങ്ങളും വായനയും ഇതെല്ലാം ചേർത്താണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇതൊരു തികച്ചും വ്യത്യസ്തമായ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ച ഒരു സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. തികച്ചും അപരിചിതരായിട്ടുള്ള ആളുകൾ തമ്മിൽ വിവാഹം നടക്കാറുണ്ട്. കാരണം വീട്ടുകാരന്വേഷിച്ച് ജാതകം നോക്കി, ഇപ്പോൾ ഹിന്ദുക്കളൊക്കെ ആണെങ്കിൽ ജാതകം നോക്കി, അല്ലെങ്കിൽ മുസ്ലിംസ് ക്രിസ്ത്യാനികൾ അവരുടേതായ സംവിധാനങ്ങൾ നോക്കി, ചിലപ്പോൾ സ്ത്രീധനത്തിൻ്റെ വിഷയം, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ, സൗന്ദര്യം, സ്ത്രീധനം, ജാതകം, പിന്നെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും വിവാഹമൊക്കെ നടക്കുന്നത്. അങ്ങനെ വേണോ വേണ്ടേ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. ലിവിങ് ടുഗദർ ആയാൽ മതി, അല്ലെങ്കിൽ ജാതകം നോക്കാതെ ചെയ്യാം, അതൊക്കെ വേറെ വിഷയം. പക്ഷേ ഞാൻ പ്രായോഗികമായിട്ട് നടക്കുന്ന പലപ്പോഴും ഇതാണ്. പെണ്ണ് കാണൽ ചടങ്ങുണ്ട്. പെണ്ണ് കാണൽ പോകുമ്പോഴാണ് ആദ്യമായി പെണ്ണിനെ കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരു പ്രാവശ്യം സംസാരിച്ചെന്ന് വരും, സംസാരിച്ചില്ല എന്ന് വരും ചെറുക്കനുമായിട്ട്. ഇപ്പോഴൊക്കെയാണ് കുറച്ച് സംസാരിക്കാൻ അവസരം കൊടുക്കും. പണ്ട് അതിൻ്റെ അവസരം പോലും ഇല്ല. അതിനു മുമ്പേ, കുറച്ച് മുമ്പേ ആണെങ്കിൽ അച്ഛനമ്മ എന്ന് പറയാൻ പറ്റില്ല, അച്ഛനും അമ്മാവനും, ആണുങ്ങൾ മാത്രം പോയി കണ്ടിട്ട് കൊള്ളാം, കെട്ടിക്കോണമെന്നൊക്കെ പറഞ്ഞ് കുടുംബ മഹിമയൊക്കെ നോക്കി കെട്ടിക്കുന്നതുണ്ട്, പ്രായ വ്യത്യാസം കൊണ്ട് കെട്ടിക്കുന്നുണ്ട്. അങ്ങനെ പല കഥകളിലാണ് വരുന്നത്. എന്തായാലും തികച്ചും അപരിചിതരായിട്ടുള്ള ആളുകളാണ് വിവാഹം കഴിച്ച് വരുന്നത്. അന്ന് മുതൽ അവർ ഒന്നിച്ച് ഉറങ്ങുന്നു, അല്ലെങ്കിൽ ഒന്നിച്ചവർ കഴിയുന്നു, അങ്ങനെ സംഭവിക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ രണ്ട് ശീലങ്ങളിലുള്ളവരാണ്. ഒന്ന് ഭർത്താവിനൊരു ശീലമായിരിക്കും, ഭാര്യയ്ക്ക് മറ്റൊരു ശീലമായിരിക്കും. ഒരാൾ നേരത്തെ ഉറങ്ങുന്ന ആളായിരിക്കും, ഒരാൾ താമസിച്ച് ഉറങ്ങുന്ന ആളായിരിക്കും, ഒരാൾ രാത്രി ഭക്ഷണം കഴിക്കുന്ന ആളായിരിക്കും, ഒരാൾക്ക് രാത്രി ഭക്ഷണം വേണ്ടായിരിക്കും. അങ്ങനെ വളരെ വ്യത്യസ്തമായ കാര്യങ്ങളാണ് എല്ലാ കാര്യങ്ങളും, ലൈംഗിക കാര്യങ്ങളിൽ, അതുപോലെ എല്ലാ കാര്യങ്ങളിലും. ചിലർ രാവിലെ കുളിക്കുന്നവരായിരിക്കും, ചിലർ എല്ലാ കാര്യങ്ങളും വളരെ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സാണ് ഒന്നിച്ച് താമസിക്കുന്നത്. അപ്പോൾ അവർ ഒന്നിച്ച് താമസിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ എല്ലാ അർത്ഥത്തിലും അവർ കുഞ്ഞുങ്ങൾ വേണം. അപ്പോൾ അതിൻ്റെ പ്രക്രിയകളുണ്ട്, അതിൻ്റെ പ്രോസസ്സുണ്ട്, അല്ലാതെ തന്നെ സുഖസൗകര്യങ്ങൾ അനുഭവിക്കും. ഇങ്ങനെയൊക്കെ പോകുന്നതിനിടയിൽ വലിയൊരു ചെറിയൊരു കേസ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതായത് ഞാൻ മഹാരാഷ്ട്രയിലാണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മഹാരാഷ്ട്രയിലാണ്. ഒരു കൊലപാതകത്തിലേക്ക് നയിച്ച വിഷയമാണ്. അതുകൊണ്ടാണ് ഇതിനൊരു വാർത്താ പ്രാധാന്യം വന്നത്. അതായത് ഭാര്യ എന്ന് പറയുന്ന സ്ത്രീ രാവിലെ കുറച്ച് ഉറങ്ങുന്ന കാര്യമാണ്. അപ്പോൾ രാവിലെ ഉറങ്ങുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് അതിരാവിലെ ഉറക്കമൊഴിക്കുന്ന ആളാണ്. ചെറിയ സമയത്തല്ല, അതിരാവിലെ എണീക്കുന്ന ആളാണ്. ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉറക്കം അതിരാവിലെയാണ് കൂടുതൽ നന്നായി അവർ ഉറങ്ങുന്നത്, രാത്രി ഉറങ്ങുന്നത്. അപ്പോൾ പലപ്പോഴും ഭർത്താവ് എണീറ്റ് പോകുമ്പോൾ ശബ്ദമൊന്നും ഉണ്ടാക്കാതെയാണ് പോകുന്നതെങ്കിലും ഭാര്യ നിർബന്ധിക്കും, കൂടെ കിടക്കണം, കുറച്ച് സമയം കൂടി കിടന്നിട്ട് എണീറ്റ് പോയാൽ മതി. ഇങ്ങനെ അവർ തമ്മിൽ തർക്കമായി. അങ്ങനെ ഒരു പ്രാവശ്യമായി, പല പ്രാവശ്യമായി, ഒരിക്കൽ എന്നിങ്ങനെ പറഞ്ഞു വന്ന് അത് വലിയ തർക്കത്തിലേക്ക് പോയി വഴക്കിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഈ ഭാര്യയ്ക്ക് മറ്റു ചില ബന്ധങ്ങളുണ്ടോ എന്നൊരു സംശയം ഭർത്താവിന് വന്നു. കാര്യം ഭർത്താവ് നിരീക്ഷിക്കാൻ തുടങ്ങി. ഇത് എണീറ്റ് പോയി ഇവർ തമ്മിൽ വഴക്കായതിനു ശേഷം ഭർത്താവ് ഭാര്യയെ നിരീക്ഷിക്കാൻ തുടങ്ങുകയും വളരെ യാദൃശ്യമായി ഭാര്യയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടോ എന്നൊരു സംശയം മാത്രം, അങ്ങനെയൊന്നും ഒരു സംഭവം ഇല്ലായിരുന്നു, സംശയം മാത്രം ഉണ്ടാവുകയും ഭർത്താവ് ചോദിക്കുകയും ചെയ്തപ്പോൾ ഭർത്താവിനോട് ഭാര്യ ചോദിച്ചു, ഞാൻ ഒരു പ്രാവശ്യം കൂടെ ചോദിച്ചപ്പോൾ നിങ്ങൾ തന്നില്ലല്ലോ, അപ്പോൾ എന്താ നീ ചോദിച്ചു, ഞാൻ കിടക്കാൻ പറഞ്ഞല്ലോ അവിടെ, നിങ്ങൾ എന്തേ നേരത്തെ എണീറ്റ് പോയെന്ന് പറഞ്ഞ് അവർ നമ്മൾ വഴക്ക് നടക്കുന്നു. അന്ന് രാത്രി ഭർത്താവ് ഭാര്യയ്ക്ക് വിഷം കൊടുക്കുന്നു, ഭർത്താവിനെ കൊല്ലുന്നു. അപ്പോൾ കോടതിയിൽ ഈ വിഷയം ചെല്ലുമ്പോൾ കോടതി എങ്ങനെ അത് കൈകാര്യം ചെയ്യുക, ഇത് ആരെ ഭാഗത്താണ് നിൽക്കുക എന്നുള്ള ജഡ്ജിക്ക് വിചിത്രമാണ് കേസ്. ഭാര്യയുടെ പക്ഷത്ത് നിൽക്കാൻ കഴിയുമോ? കാരണം ഭർത്താവിൻ്റെ പക്ഷത്താണ് നിൽക്കണമെങ്കിൽ ഭാര്യയെ ശിക്ഷിക്കണം, വേറെ ഒന്നും ആലോചിക്കേണ്ട. കൊലപാതകം നടത്തി, അങ്ങനെ IPC അനുസരിച്ച് കൊലപാതകത്തിന് ഭാര്യയെ ശിക്ഷിക്കണം. പക്ഷേ ഭാര്യയുടെ ഭാഗത്തുള്ള ന്യായം എന്താണ്, അല്ലെങ്കിൽ ഭാര്യയുടെ വക്കീൽ പറയുന്നത് എന്താണ്? ഇവിടെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ എൻ്റെ ഒരു നീതി നിഷേധം നടന്നിട്ടുണ്ട്, എനിക്ക് അർഹപ്പെട്ടതാണ് ഭർത്താവിൻ്റെ സമയം, ഭർത്താവിൻ്റെ ശരീരം, സമയം, ചൂട് എല്ലാം എനിക്ക് അർഹപ്പെട്ടതാണ്, അത് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അർഹപ്പെട്ടത് കിട്ടിയിട്ടില്ല, ഞാൻ ചോദിച്ചപ്പോഴാണ് ഈ വഴക്ക് നടന്നതെന്ന് പറയുന്നു. അങ്ങനെ വളരെ ഗൗരവമായ ഒരു വിഷയമുണ്ടാകുന്നു. ഞാൻ ഈ സുഭാഷിതം ചാനലിലൂടെ ഈ കഥ സൂചിപ്പിച്ചത്, ജീവിതമെന്ന് പറയുന്നത് ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്. ആ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കിടയിൽ നമുക്ക് ആനന്ദം ആവശ്യമുണ്ട്. അപ്പോൾ അതിൽ ഭാര്യയും ഭർത്താവും എല്ലാ കുടുംബമാകുമ്പോൾ മക്കളുമൊക്കെ ആവുമ്പോൾ വലിയ വ്യത്യാസം വരും. കുടുംബം വലുതാവുന്നതനുസരിച്ച് വ്യത്യാസം വരും, പല രൂപത്തിലുള്ള വ്യത്യാസം. ഇത് കൊണ്ടുപോകാൻ കഴിയുന്നതാണ് കുടുംബം. അതാണ് കൂടുമ്പോൾ ഇമ്പം എന്ന് പറയുന്നത്. ഇങ്ങനെ അതിൽ ലൈംഗികതയുണ്ട്, സെക്സുണ്ട്, സ്നേഹമുണ്ട്, കാമമുണ്ട്, ആനന്ദമുണ്ട്, സന്തോഷമുണ്ട്, ഒന്നിച്ച് യാത്ര ചെയ്യലുണ്ട്, ഒന്നിച്ച് ഭക്ഷണം കഴിക്കലുണ്ട്, എല്ലാം ഉണ്ട് അതിനകത്ത്. പക്ഷേ ഇത് പൊട്ടിപ്പോകാതെ ഒരു നൂൽപ്പാലമാണ്. പൊട്ടിപ്പോകാതെ കൊണ്ടുപോകാത്തത് കൊണ്ടാണ് കുടുംബ കോടതികളിൽ ആയിരക്കണക്കിന് കേസുകൾ ഇപ്പോഴും കിടക്കുന്നത്. അതിൻ്റെ ബാക്കി പത്രമായി നമ്മളുടെയൊക്കെ കുഞ്ഞുങ്ങൾ
അച്ഛനാര് അമ്മയാര് അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ബന്ധം എന്ത് എന്നൊക്കെ അറിയാതെ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നത്. അതുകൊണ്ട് വിവാഹം കഴിക്കുന്നവരും കഴിച്ചവരും എല്ലാവരും കുടുംബമായി കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാരെല്ലാം ശ്രദ്ധിക്കുക. ജാഗ്രത. ജീവിതമെന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. അത് ആനന്ദിച്ച് സന്തോഷിച്ച് പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് മുന്നോട്ട് നീങ്ങുക. ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങളിൽ ഒരു തർക്കവും ഉണ്ടാകാതിരിക്കട്ടെ.